അങ്ങോട്ട് വേഗം അടുപ്പിരുന്നു. വേഗമായിട്ട്. വാ വാ വാ. കണ്ടാ, നല്ല ഒന്നാം തരം ചെമ്മീനാണ്. വാരന്ന്. ദാമിതേ കണ്ടാ, ഞാൻ ബോട്ടിൽ കയറിയപ്പോ ഇത്രയെങ്കിലും മീൻ കിട്ടിയില്ലേ? പൊന്നാണിത്, പൊന്ന്. വാരിട്ടാ, വാരന്ന്. ഇറങ്ങി വാ. നിന്നോടാ പറഞ്ഞു ഇറങ്ങി വരാൻ. എണ്ണീക്കട കഴിവുള്ള മോനെ. ആര് പറഞ്ഞതാ ബോട്ടിൽ കയറാൻ? ആര് പറഞ്ഞ? വെട്ടുകാടൻ. വെട്ടുകാടൻ അവൻ ആരാ? നിന്റെ തന്തയാ അതോ ചാത്തൻകുളയുടെ ദിവാൻ പേഷ്കാരാ? വെട്ടുകാരനെ ചാത്തൻകുളനെ മുഴുവൻ അങ്ങനെ അങ്ങോട്ട് ഏറ്റെടുക്കണ്ട. ഇവിടെ ഏതൊക്കെ ബോട്ടി ആരൊക്കെ പണിക്ക് കയറണമെന്ന് ഈ വേലായുധൻ തീരുമാനിക്കും. അല്ലെങ്കിൽ എന്റെ മോൻ രാഘവൻ ഇവൻ തീരുമാനിക്കും. വെട്ടുകാരുടെ ടിക്കറ്റിൽ ആര് ബോട്ടിൽ പണിക്ക് കയറിയാലും ഞങ്ങൾ പാഠം പഠിപ്പിക്കും. രാഘവ, ഒന്നാം പാഠം തുടങ്ങടാ. തുടങ്ങാ പണി. ഇവിടെ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ കൊല്ലടാവനെ. കൊല്ലാൻ, വെട്ടുകാടനെ വെല്ലാൻ നീയൊക്കെ വളർന്നോ? വളർന്നോടാ പാട്ടി. തിരിച്ചടിക്കടാ, വെട്ടുകാടനെ അടിക്കാൻ. പണിക്കും എടുക്കരു ബോട്ടി പണി ചെയ്യും. അതിനാർക്കും നിന്റെ വക്കാലത്ത് വേണ്ട. പിന്നെ ഇതുപോലെ ഇനി എന്തെങ്കിലും കണ്ടാൽ അഴിയുമല്ലാത്തിനെയും ഞാൻ. മനസ്സിലായോ? അവനെടുത്തോണ്ട് വാടാ. ഗുണ്ടാപ്പണി ആർക്കും ചെയ്യാൻ രസേ സാറേ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്യുന്നു അവിടെയാണ് അതിന്റെ പോയിന്റ്. അതിപ്പോ വേലായുധനെ രാഘവനെയൊക്കെ നമുക്കറിയാലോ. രണ്ടു നേരം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പാവങ്ങളെ പിഴിയാൻ വെട്ടുകാടനെ കിട്ടുകയില്ല. അങ്ങനെ ആരെ കൊണ്ട് സമ്മതിപ്പിക്കുകയില്ല, താൻ ഉൾപ്പെടെ. ആശാൻ ഇപ്പോഴേ ഫിറ്റാ, ഇനിയും വലിച്ചു കേട്ടണ്ട. ഓടാ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പോ. മതിയടാ. ആശാനൊക്കെടുത്ത് വെട്ടുവോ നീ? അല്ലേ, ആശാൻ കാണാതെ കുടിക്കുന്നത് അങ്ങേരോടുള്ള ആദരവ്. നിങ്ങളെയും അതുപോലെ കാണേണ്ട കാര്യം എനിക്കില്ല. അതിന്റെ ആവശ്യവുമില്ല. എടാ പപ്പ, നീയൊക്കെ പാത്തും പതുങ്ങിയും കണ്ണു മോന്തി തെന്നി തെറിച്ച് നടക്കുന്നതേ ആ മനുഷ്യന്റെ കാശുണ്ടാ. ദിവസം 3 നാഴി അരിയും 5 കിലോ മാട്ടിറച്ചിയും 6 കോഴി എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖവാ. ഞാനും എന്റെ മോൾ അനുഭവിക്കേണ്ട കാശാ നീയൊക്കെ കള്ളും കാടിയായിട്ട് ഉള്ളിലോട്ടങ്ങ് ഇറക്കുന്നത്. ഓ, ഈ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ വല്ലതും പറഞ്ഞ കൂടി പോവും. കണ്ടോ,
ഞാൻ പോണ ആശാനെ. ആ ഒന്നുമില്ല, ഞാൻ പോണു. സംഗതി മുഴുമിക്കാൻ അവിടെ പോയാലോ പപ്പാ? താൻ മുഴുങ്ങോ വിഴുങ്ങോ എന്ത് വേണേ ചെയ്യും, ഞാൻ പോവാ. എന്താ കാര്യം? ആ തള്ള തീറ്റ പണ്ടാരങ്ങളുടെ ലിസ്റ്റ് പറയാൻ തുടങ്ങി. പിന്നെ പറയണ്ടേ, മൂവത്തേക്ക് തുടങ്ങി ആ പപ്പാസും കന്നാസുമായിട്ട് വെളുപ്പാങ്കാലാവുമ്പോഴെങ്കിലും ഒന്ന് നിർത്തണ്ടേ? ഞാൻ പോയിക്കോളാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് പറഞ്ഞില്ലെങ്കിലേ അപ്പുറത്ത് ഞാനും എന്റെ മോളും ഉള്ള കാര്യം നിങ്ങൾ അങ്ങ് മറക്കും. അവക്ക് ഗുളിയും കയറിയിരിക്കുക. നിങ്ങളവിടെ ഇല്ല, നേരം കുറെ ആയില്ലേ, പോയേക്കാം. ആ തിരക്കാൻ മറന്നു. ഭരതൻ അവനിനി വരുമെന്ന് തോന്നുന്നില്ല. ഇത് 2ാം വർഷം അവൻ ഇറങ്ങിപ്പോയിട്ട്. ആരെയും കത്തി ചങ്കെ കുത്തി ഇറക്കിയാലും ഇത്രയും വേദന കാണില്ലായിരുന്നു. ഞാൻ തിരക്കുന്നുണ്ട് എന്റെ വഴിക്ക്. ഒന്നുമില്ലേ, എവിടെ ഉണ്ടെന്നെങ്കിലും അറിയാമല്ലോ. ഒന്നേ നമ്മള് അല്ലേൽ അവൻ. രണ്ടിലൊന്ന് ഇന്നിവിടെ അറിയണം. രണ്ടിലൊന്നെന്നൊക്കെ പറയാൻ എളുപ്പമാ. അച്ഛൻ കണ്ണു തുറന്ന് നോക്ക്. ചാത്തൻ കോളനി മുഴുവൻ അയാളുടെ കൂടെ നിൽക്കും. പോലീസും പട്ടാളവും ഉൾപ്പെടെ എല്ലാം. ഞാൻ ചോദിക്കട്ടെ, തിളച്ചിളകി നിൽക്കുന്ന അച്ഛന് ഇപ്പൊ അയാളെ പോയി വെട്ടാമോന്ന്? പറ്റില്ല. ഇപ്പൊ നമുക്കെന്നല്ല ആർക്കും. ഞാൻ പറയട്ടെ വേലായുധേട്ടാ, കൈമിടുക്കും പിൻബലം വെച്ച് നോക്കിയാ വെട്ടുകാരനെതിരായിട്ട് ആരുമില്ല ഇവിടെ. പിന്നത്തെ പണി ചന്തുവിന്റെ വകുപ്പാ, ചതി. അതിന് പറ്റിയത് ഒരുത്തനെയുള്ളൂ കോളനിയില്. അണലി തോമ. എത്ര നേരം? 8 കഴിഞ്ഞു. നേരം വെളുത്തല്ലേ? ഒരൊറ്റ ചവിട്ട് വെച്ചതാണല്ലോ. എടാ എണീക്കാൻ. എന്നതിനാ? അത് പറയാം. കാര്യം പ്രശ്നമല്ലോ. ആ പ്രശ്നം തന്നെ. എന്താ പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എങ്കിൽ അത് മാറ്റാനുള്ള പണി ആദ്യം ചെയ്യാം. കോളൊക്കുന്ന പണിയാടാ. നിനക്ക് ചെയ്യാൻ പറ്റുമോ? വരമ്പ് നിർത്താതെ കാര്യം പറടാവേ. പറയാം. ആദ്യം നീ 2 വിട്. നാളെ അവൾക്ക് സ്വർണം എടുക്കണം. വെട്ടിനും കുത്തിനും ഇടയില് അത് മറക്കരുത്. ഞാൻ പറഞ്ഞത് കേട്ടോ? സ്വർണവും പണ്ടവും ഒക്കെ പിന്നെ. നാളെ കാസർഗോഡ് വരെ പോണം. ഭരതൻ അവിടെ ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ കരുതിയതാ. ഈ മനുഷ്യന് അസത്തിനെ പറ്റിയ വിചാരമുള്ളൂ. ഞാനും എന്റെ മോള് എവിടെ പോയി ചത്താലും ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല. എപ്പോ നോക്കിയാലും ഭരതൻ. എന്നിട്ട് എന്തായി? അച്ഛന്റെ മുഖത്തടിച്ചവൻ ഒഴിച്ചോടിയോ? നീ ഒറ്റയാള് കാരണമാ. നിന്റെ ആട്ടും തുപ്പും കേട്ട് മടുത്തിട്ടാ അവൻ. ആമ്പ്രന്നോനെ, 2 കുത്തുകൊണ്ട് മടുത്തിട്ട് അവൻ ഒളിച്ചോടിയതെങ്കിൽ ഇനി അവൻ തിരിച്ചു വരില്ല. കാര്യം ഈ പദ്മാക്ഷിക്ക് ജീവനുണ്ടെങ്കിൽ അവൻ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല. വേലായുധനെ വെട്ടിക്കൊന്നു. ആശാന്റെ പയ്യനാ. ഇന്നലെ ബോട്ടിൽ പണിക്കേറിയ ജോണി. എവിടാ സംഭവം? കായൽക്കരയില്. അവന്റെ ജീവൻ ഞങ്ങൾ എടുക്കും. ആശാനോട് പറഞ്ഞിട്ടാകാമെന്ന് വെച്ചിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും പ്രശ്നം പരത്തണ്ട. ഞാൻ വരിക. ഈ രാത്രിയിൽ അച്ഛൻ എങ്ങോട്ടും പോവണ്ട. അല്ലേ തന്നെ ഇവിടെ. എനിക്ക് വേണ്ടി ആരും തീരുമാനിക്കണ്ട. ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളിടത്ത് പോവും വരും. വാതിലടച്ചോ. വരാ. നീ പിള്ളേരെ ആരേലും പറഞ്ഞു വിട്ട് ആ പപ്പനെ മൂസയെ ഒന്ന് വിളിപ്പിക്കേ. ഇങ്ങനെ ഒരു കളി അല്ലേടാ? അതെ. ഒരു കരയിലുള്ള നമ്മൾ തമ്മില് ഇനി ഒരു വഴക്ക് വേണോ വെട്ടുകാരാ? അല്ല, ഇത്രയും ചെറിയ ഈ കോളനിയില് എന്തിനാ 2 ദാതാമാര്? കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിവിടെ പറഞ്ഞു തീർക്കണം.
വെട്ടുകാരൻ ആരെയും വിശ്വസിക്കും, വഞ്ചിക്കുമെന്ന് അറിയുന്നിടം വരെ. ഞാൻ ഒരുത്തം മതി എല്ലാത്തിനും വീഴ്ത്താൻ. ആര് വീഴുവെന്ന് എനിക്കിപ്പോ അറിയണം. പിന്നെ ഈ കോളനിയും. രാഘവ, എന്നെ നോക്കണ. വെട്ടുകാരൻ ചത്തു. വെട്ടുകാരനെ കൊന്നടാ. എന്റെ മോൻ രാഘവൻ കൊന്നു. ചൂടവെള്ളവും പോയി സാക്ഷി വേണ. പക്ഷൊരു കാര്യം പറഞ്ഞേക്കാം, സാക്ഷി പറയാൻ പോകുന്നവൻ ചെറുക്കുളം മാവ് വെട്ടിട്ടേ പോകാവൂ. ആശാനെ, 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 ചതിയായിരുന്നു. ചതി പകരം അവർ ചതിക്കുകയായിരുന്നു. ആശാനെ അവർ കൊന്നു. രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുറച്ച് മുറിവുറുപ്പും ചീറ്റിലും ഒക്കെ കാണും. അത് കഴിയുമ്പോ കോളനി മൊത്തമായിട്ടൊന്ന് ഇളക്കണം. അത് നീ ഒതുക്കി തീർക്കുന്ന പോലെ വരുത്തണം. അപ്പൊ നീ പറയുന്ന പോലെ ചാത്തൻ കോളനി വളയും, പിന്നെ ഒടിയും. പോലീസ് പ്രശ്നം വല്ലതും? അല്ല, അണലി വല്ലതും വിളിച്ചു പറഞ്ഞാൽ? അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലും. അതോർത്ത് നീ ബേജാറാവണ്ട. 2 ദിവസം കഴിയുമ്പോ ചന്തയിൽ കൂടി ഒന്ന് കറങ്ങണം. ആൾക്കാരെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് വരട്ടണം. അത് മതി. അങ്ങനെ നീ ഒരു ദാതയാകും. ഒരു 120